നമസ്കാരം. കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ ആദ്യ പരസ്യ പ്രസ്താവനകളിലൊന്നായി നമ്മോട് പറഞ്ഞത് വിദ്വേഷ പ്രചരണം വെച്ചുപൊറുപ്പിക്കില്ല, തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രചരണ കാലത്തെ അത് അനുവദിച്ചിട്ടില്ല, ഇനിയും അനുവദിക്കില്ല എന്നുള്ള തരത്തിലൊരു പ്രസ്താവനയാണ് അദ്ദേഹം നമ്മോട് ആദ്യമായി മുഖ്യമന്ത്രിയായി നിയുക്തനായതിനു ശേഷം നടത്തിയത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങളിൽ പലരും പറയുന്നത് ഇത് SNDP ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനെയും NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരെയും ഉദ്ദേശിച്ചാണ് പറയുന്നത്. അവർ വിദ്വേഷ പ്രചരണം നടത്തിയാൽ ഇനി കർശനമായ നടപടിയെടുക്കും, പിടിച്ചകത്തിടും എന്നുള്ള തരത്തിലുള്ള ഒരു വാദപ്രതിവാദങ്ങളും വിശകലനങ്ങളുമാണ് ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വി ഡി സതീശൻ്റെ ഈ പ്രസ്താവനയെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വ്യത്യസ്തമായൊരു അഭിപ്രായമാണ് ഇത് സംബന്ധിച്ച് എനിക്കുള്ളത്. കാരണം ഇത് കൃത്യമായിട്ട് വളരെ അവരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്നുള്ള തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൃത്യമായി ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നവരെ വിദ്വേഷ പ്രചരണമല്ല പറയുന്നത്. കാരണം പല പ്രശ്നങ്ങളിലും പ്രതികരിക്കുന്നവർക്കെതിരെയുള്ള ഒരു പതിഞ്ഞ ഭീഷണിയാണ്. എന്തുകൊണ്ടാണെന്നുള്ള കാര്യം വ്യക്തമാക്കാം. കാരണം ഈ വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും വി ഡി സതീശൻ പിടിച്ചകത്തിട്ടാലും എനിക്ക് അത്യാവശ്യം സന്തോഷമേ ഉള്ളൂ. കാരണം അസന്നിഗ്ധമായ വളരെ ഒരു ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ ഹൈന്ദവ സമൂഹത്തിന് പുറംതിരിഞ്ഞു നിൽക്കുക മാത്രമല്ല, അവരെ ചതിക്കുകയും ചെയ്തു. ആ ചതിയിൽ സുകുമാരൻ നായർ ഒരു പടി മുൻപിലാണ്, വെള്ളാപ്പള്ളി ഒരു പടി പിറകിലാണ്. പക്ഷേ രണ്ടുപേരും കൃത്യമായി പിണറായി വിജയനൊപ്പം നിന്ന് ഹൈന്ദവ സമൂഹത്തെ ചതിച്ച വ്യക്തികളാണ്. പിണറായി വിജയനൊപ്പം നിന്നു എന്നുള്ളത് കൊണ്ട് അവർ വി ഡി സതീശനെ തള്ളിപ്പറഞ്ഞത് തെറ്റായിപ്പോയെന്നല്ല ഞാൻ പറയുന്നത്. രണ്ടും LDF ആയാലും UDF ആയാലും ഹൈന്ദവ വിരോധികൾ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ഇനി വിദ്വേഷ പ്രചരണത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സതീശൻ ഇപ്പോൾ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് പോലെ കേരള സമൂഹത്തോട് ഇത്തരമൊരു വാചകം പറഞ്ഞത്? കൃത്യമാണ് കാര്യങ്ങൾ. ആലോചിച്ച് നോക്കൂ. വി ഡി സതീശനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതസംഘടനകളുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. തന്നെയുമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയും ഔദാര്യത്തിലാണ് ഇപ്പോൾ വി ഡി സതീശൻ കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രിയായി നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിച്ച് പിടിക്കേണ്ട ഒരു ബാധ്യത വി ഡി സതീശനുണ്ട്. അവരുടെ ഒരു രാഷ്ട്രീയ ആശയങ്ങൾ, അവരുടെ മതപരമായിട്ടുള്ള ആശയങ്ങൾ സംരക്ഷിച്ച് പിടിച്ചിരുന്ന ആൾ തന്നെയായിരുന്നു വി ഡി സതീശൻ. വി ഡി സതീശൻ മാത്രമല്ല, കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ രാഷ്ട്രീയ നേതാക്കളും. ആലോചിച്ച് നോക്കൂ. ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തെ കൃത്യമായൊന്ന് അപലപിക്കുവാൻ പോലും ശേഷിയില്ലാത്ത അല്ലെങ്കിൽ അനുവാദമില്ലാത്ത രാഷ്ട്രീയ നേതാക്കളാണിവർ. ശരി, അതവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്, ധീരമായ നിലപാടാണ് എന്ന് വേണമെങ്കിൽ ആർക്കെങ്കിലും വാദിക്കാം. പക്ഷേ കേരളത്തിലെ ഒരു പ്രജ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു വ്യക്തി, സംസ്ഥാനത്തിൻ്റെ ഒരു മലയാളി ഹമാസിൻ്റെ ഭീകരാക്രമണത്തിൽ ഇസ്രായേലിൽ വെച്ച് കൊല്ലപ്പെടുമ്പോൾ കൃത്യമായി ആ മരണത്തിൻ്റെ കാരണം പറയുവാൻ പോലും അനുവാദമില്ലാത്ത തരത്തിൽ നടുങ്ങി ജീവിക്കുന്ന രാഷ്ട്രീയക്കാരാണ് LDFിലും UDFിലും ഉള്ളത്. സതീശൻ അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തനല്ല എന്ന് മാത്രമല്ല, കുറച്ചുകൂടി ബാധ്യതയും കടപ്പാടും ഇത്തരത്തിലുള്ള മതവാദ സംഘടനകളോടും രാഷ്ട്രീയ കക്ഷികളോടും. മുസ്ലിം ലീഗ് ഒരു മതരാഷ്ട്രീയ കക്ഷി തന്നെയാണ്. മുസ്ലിം എന്നുള്ള പേര് പാർട്ടിയുടെ പേരിൽ വെച്ചിട്ട് അത് നമ്മുടെ TG മോഹൻദാസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, TG സാർ പറഞ്ഞതുപോലെ വർഗീയ പാർട്ടിയല്ല സ്വർഗീയ പാർട്ടിയാണ് എന്ന് പറയണമെങ്കിൽ കൃത്യമായിട്ട് യാതൊരു ബോധവും വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ ഏണിക്ക് മാത്രം സമ്മതിദാനാവകാശത്തിൻ്റെ കുത്തുന്നവനായിരിക്കണം ഞാൻ അങ്ങനല്ല. അതുകൊണ്ട് വർഗീയ പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ്. അവരോട് കടപ്പാടും ബാധ്യതയുമുള്ള വി ഡി സതീശൻ ഇപ്പോൾ ഈ ഒരു പ്രസ്താവന മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇനിയുള്ള കാലത്ത് B ഗോപാലകൃഷ്ണൻജിയെപ്പോലുള്ളവർ ഗുരുവായൂരപ്പൻ്റെ പുണ്യഭൂമിയായിട്ടുള്ള ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഉണ്ടാകണമെന്നുള്ളൊരാഗ്രഹം പോലും പ്രകടിപ്പിച്ചാൽ അതിനെ വിദ്വേഷമായി കണക്കാക്കി, എന്നാൽ അരിയും മലരും കുന്തിരിക്കവും വീട്ടിൽ കരുതി വെച്ചോളൂ എന്ന് തെരുവിൽ വെല്ലുവിളിക്കുന്ന ജിഹാദികളെ സംരക്ഷിച്ച് പിടിച്ച്, മറുവശത്ത് മതമാണ് പ്രശ്നം, മതം മാത്രമാണ് പ്രശ്നമെന്ന് പറയുന്ന KM ഷാജിമാരെ ഒപ്പം കൂട്ടി ഭരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമത്വസുന്ദരമായ കേരള സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കത്തിൻ്റെ മുന്നറിയിപ്പാണ് വി ഡി സതീശൻ ഈ വാക്കുകളിലൂടെ മലയാളിക്ക് നൽകിയിരിക്കുന്നത്. ഇനിയുള്ള കാലങ്ങളിൽ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു തരത്തിൽ ഇപ്പോൾ പറയുന്ന ബെന്നി ബെഹനാൻ കേരളത്തിന് ചെയ്ത ഉപകാരമായ ലവ് ജിഹാദ് എന്ന ഇല്ലാത്ത പദം, ലോക്സഭയിൽ പോയി അങ്ങനെ ഒരു പദത്തിൻ്റെ പേരിൽ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് രേഖാമൂലമുള്ള ഒരു
ഉടായിപ്പ് വാങ്ങിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു പാവം അച്ഛൻ്റെ മകൾ പെട്ടുപോയാൽ ആ അച്ഛൻ ഒരു പരിധിക്ക് മുകളിൽ പരാതി പറഞ്ഞാൽ ആ അച്ഛൻ്റെ മേലും ഒരുപക്ഷെ വിദ്വേഷ പ്രചരണത്തിന് കേസെടുക്കപ്പെട്ടേക്കാം. ഇനി അത് കുറച്ച് കടന്ന കൈയായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ അച്ഛൻ്റെ സഹായത്തിനായി ഏതെങ്കിലും ഒരു ഹൈന്ദവ സംഘടന എത്തിയാൽ, ഈ വിഷയത്തെ സംബന്ധിച്ച് അവരെന്തെങ്കിലും ഒരു ചർച്ച നടത്തിയാൽ അതിനുമേലും കേസ് വന്നേക്കാം. വിദ്വേഷ പ്രചരണം ആലോചിച്ച് നോക്കൂ. വി ഡി സതീശൻ വരുന്നതിന് മുമ്പ് തന്നെ LDFിൻ്റെ ഭരണകാലത്ത് കൃത്യമായിട്ട് SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും നിയമം അന്വേഷിക്കുന്ന 5 ലക്ഷം രൂപയോളം പാരിതോഷികം പ്രഖ്യാപിക്കപ്പെട്ട ഭീകരവാദികളുടെ ഫോട്ടോ പോലീസ് സ്റ്റേഷനിലെ നോട്ടീസ് ബോർഡിൽ നിന്ന് പരസ്യമായി മൊബൈൽ ഫോണിൽ പകർത്തുവാനുള്ള അനുവാദം ആളുകൾക്ക് നിഷേധിക്കപ്പെട്ട നാടാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് LDF ആയാലും UDF ആയാലും ഒരുപോലെ തന്നെയാണ്. അതിൽ VD സതീശൻ ഒരു പടി കൂടി മുന്നിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിയോടും മുസ്ലിം ലീഗിനോടുമുള്ള അവരുടെ അദ്ദേഹത്തിൻ്റെ കടപ്പാട് തീർക്കുക തന്നെ ചെയ്യും. അല്ലാതെ അദ്ദേഹത്തിന് നിവർത്തിയില്ല. ഇനി ജമാഅത്തെ ഇസ്ലാമിയെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം ഈ വിദ്വേഷ പ്രചരണത്തിനൊക്കെ എതിരാണെങ്കിൽ ആദ്യം അദ്ദേഹം കേരളത്തിൽ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റാലുടൻ കേന്ദ്രത്തിന് കത്തെഴുതേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഒരു മതവാദ സംഘടനയെ നിരോധിക്കണമെന്നുള്ളതാണ്. കാരണം അടിസ്ഥാനപരമായിട്ട് ഭാരതത്തിൻ്റെ ഭരണഘടന ഇതൊന്നും ഞങ്ങളുടെ ദൈവദത്തമായ ഭരണഘടനയ്ക്ക് മുകളിലല്ല, അങ്ങനെ അംഗീകരിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല, ശരിയാ നിയമപ്രകാരമുള്ളതല്ലാത്ത ഒരു ഭരണ വ്യവസ്ഥയ്ക്കും വഴങ്ങി ജീവിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല, അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങളോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത് പോലും ദൈവനിഷേധമാണ് തുടങ്ങിയ ആശയങ്ങൾ വെച്ചു പുലർത്തുക മാത്രമല്ല, കൃത്യമായിട്ട് അവരുടെ മതപഠനശാലകളിലൂടെ അത് പഠിപ്പിച്ച് ആളുകളെ അടുത്ത ഒരു തലമുറയെ തയ്യാറാക്കിയെടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ളൊരു സംഘടന നിരോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അവർ ഭീകരവാദത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. അടിസ്ഥാനപരമായി ജനാധിപത്യ വിരുദ്ധമായ ഒരു സംഘടനയാണ്. അമാനവികമായ പല തത്വശാസ്ത്രങ്ങളോ ആശയങ്ങളോ പഠിപ്പിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് കാലാകാലങ്ങളായി അവരുടെ എമീർമാരോ തലവന്മാരോ നടത്തിയ പല പ്രസ്താവനകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒന്നോടിച്ച് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ സതീശൻ ആത്മാർത്ഥമായിട്ടാണ് ഈ വിദ്വേഷ പ്രചാരണത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ആശയം കേരള സമൂഹത്തോട് പങ്കുവച്ചതെങ്കിൽ അടിസ്ഥാനപരമായി അദ്ദേഹം ചെയ്യേണ്ട ആദ്യ നടപടി എൻ്റെ അഭിപ്രായത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ളൊരു സംഘടനയെ നിരോധിക്കുവാനുള്ള ശുപാർശ കേന്ദ്ര സർക്കാരിന് എഴുതി അയക്കുക, രേഖാമൂലം മുഖ്യമന്ത്രിയുടെ ലെറ്റർ പാഡിൽ ഒപ്പും സീലും വെച്ച് എഴുതി അയക്കുക എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി അദ്ദേഹം അത് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഏതെങ്കിലും മറ്റൊരു പാരലൽ വേൾഡ് എന്നിപ്പോഴത്തെ ജെൻസി പിള്ളേർ പറയുമല്ലോ, അത്തരത്തിലുള്ള പാരലൽ വേൾഡിൽ നടക്കുമെന്ന് സ്വപ്നം കണ്ട് ജീവിക്കാമെന്നുള്ളതല്ലാതെ കൃത്യമായിട്ട് VD സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്നത് ഒരു മതവാദികളെ പ്രീണിപ്പിച്ചുകൊണ്ട് അവർക്കെതിരെ ഉയരുന്ന എല്ലാ ശബ്ദങ്ങളെയും വിദ്വേഷ പ്രചരണമെന്ന ഒരു പട്ടം ചാർത്തിക്കൊടുത്ത് ഒതുക്കുവാൻ ശ്രമിച്ച് നിശബ്ദരാക്കുവാൻ ശ്രമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയായിരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ നടപടികളും ആദ്യ വാചകങ്ങളും നിയുക്ത മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ളത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി നിയുക്തനായതിനു ശേഷമുള്ള ആദ്യ നടപടികളും ആദ്യ വാചകങ്ങളും നമ്മോട് വിളിച്ചു പറയുന്നത്. അടിസ്ഥാനപരമായി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ വിദ്വേഷ പ്രചരണത്തിനുള്ള കേസെടുക്കലുകളുടെ ഒരു രീതി ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ലവ് ജിഹാദ് പോലുള്ള അല്ലെങ്കിൽ ഗ്രൂമിങ് ജിഹാദ് പോലുള്ള വിഷയത്തിൽ ഏതെങ്കിലും ഒരു പിതാവിനെതിരെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായികൾക്കെതിരെയോ വിദ്വേഷ പ്രചരണത്തിൻ്റെ കേസെടുത്താൽ ഇത് നിയമപരമായി കോടതിയിൽ നിലനിൽക്കുമോ? ഇല്ല. പക്ഷേ ഒരുപാട് കാലം അവരെ കോടതിയിൽ കയറ്റി ഇറക്കി ബുദ്ധിമുട്ടിക്കാം. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, തീർച്ചയാണ്. പക്ഷേ ആ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ, മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ കൃത്യമായി പ്രചരിപ്പിക്കപ്പെടുകയും ഇനി അത്തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ എടുക്കുവാൻ മുതിരുന്നവരെ അതിൽ നിന്ന് മുൻകൂറായി തടയുകയും ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായി ഇത്തരത്തിൽ വിദ്വേഷ പ്രചരണത്തിനെതിരെയുള്ള കേസുകൾ എടുക്കുന്നു. ഒപ്പം ആ വ്യക്തികളെ ആർക്കെതിരെയാണോ ആ കേസുകൾ ചുമത്തപ്പെട്ടിരിക്കുന്നത് ആ ഒരു പട്ടിക ചുമത്തി അല്ലെങ്കിൽ ആ ഒരു പേര് ചാപ്പ കുത്തി അവരെ കേസെടുത്ത് അകത്ത് തള്ളുവാൻ ഇവർ ശ്രമിക്കുന്നത് അവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ പിന്നിലുള്ളൊരു ലക്ഷ്യം തന്നെയാണ്. പക്ഷേ അതിലും വലിയൊരു ലക്ഷ്യമാണ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ ഭാവിയിൽ എടുക്കുവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഈ മിതവാദികളെന്ന് നടിക്കുന്ന മതവാദികൾക്കെതിരെ ശബ്ദമുയർത്തുവാൻ ധൈര്യപ്പെടുന്ന ആരെങ്കിലും
ഭാവിയിൽ അത്തരത്തിനൊരു കർമ്മത്തിന് മുതിർന്നാൽ, അത്തരത്തിനൊരു കൃത്യത്തിന് മുതിർന്നാൽ അവരെ പിന്തിരിപ്പിക്കുവാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അത് എന്താ പറയുക, ഒരു ഭീഷണി തന്നെയാണെന്ന് പറയാം. മുന്നറിയിപ്പെന്ന് വളരെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞാൽ പോരെ, ഒരു ഭീഷണി തന്നെയായി മുന്നോട്ട് വയ്ക്കപ്പെടുന്നതാണ് ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണം. വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ള അവകാശവാദം. അല്ലാതെ സതീശൻ മാസ് ഡയലോഗ് അടിച്ച് നാളെ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ച് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇനി പിടികൂടാൻ ബാക്കിയുള്ള ഭീകരവാദികളെ ഓരോ പോലീസ് സ്റ്റേഷനിലെ നോട്ടീസ് ബോർഡിൽ നിന്നും പടവും വിവരങ്ങളും വിളിച്ചു വരുത്തി പിടികൂടി NIA ഏൽപ്പിക്കുവാൻ പോകുന്നില്ല. അങ്ങനെ ഒരു സമത്വ സുന്ദര കേരളം പ്രതീക്ഷിക്കേണ്ട. മതമാണ് പ്രശ്നം എന്ന് പറയുന്നവരും അവലും മലരും കുന്തിരിക്കവും വാങ്ങി സൂക്ഷിക്കുവാൻ എന്നോടും നിങ്ങളോടും മുന്നറിയിപ്പ് തന്ന് ഭീഷണിപ്പെടുത്തുന്നവരും സുരക്ഷിതരായിരിക്കുന്ന, എന്നാൽ ലവ് ജിഹാദിൽ മനം നൊന്ത് എന്തെങ്കിലും പറയുന്ന, ഗുരുവായൂരപ്പൻ്റെ നാട്ടിലൊരു ഹിന്ദു MLA വേണം, ഗുരുവായൂരപ്പൻ്റെ ഭക്തനായ MLA വേണമെന്ന് പറയുന്ന ഗോപാലകൃഷ്ണന്മാർ ജയിലിലേക്ക് പോകുന്ന ഒരു സമത്വ സുന്ദര കേരളമാണ് വരാൻ പോകുന്നത്. ആശംസകൾ മലയാളികളെ എന്തായാലും കലക്കിയിട്ടുണ്ട്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.